ഇപ്പോൾ മഹേഷിന്റെ പ്രതികാരത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ബിജിപാൽ ഷോമോളിൽ അതിഥിയായി എത്തിയിരിക്കുന്നു. ബിജിപാൽ, ഷോമോളിലേക്ക് സ്വാഗതം. വീണ്ടും ആ ആഷിഖ് കൂട്ടുകെട്ടിലെ ഒരു ചിത്രം വരികയാണ്, മഹേഷിന്റെ പ്രതികാരം. എങ്ങനെയാണ് മഹേഷിന്റെ പ്രതികാരത്തിലെ ഗാനങ്ങളെ കുറിച്ച് പറയാനുള്ളത്? ഗാനങ്ങൾ 4 അതിൽ ആദ്യത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. കുറേ നാൾ കൂടിയിട്ട് ഇത്ര അധികം ഇമോഷണലായിട്ട് ലിസണേഴ്സ് വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു പാട്ടാണ് അതുകൊണ്ട് തന്നെ അത് സിനിമ സംഗീത പ്രേമികളോട് ഉള്ള നന്ദി ആദ്യം പറയുകയാണ്. ബാക്കി 3 കൂടി വരാനുണ്ട്. സിനിമയും ഇപ്പോൾ ഈ പാട്ട് സ്വീകരിച്ചതുപോലെ തന്നെ സിനിമയും സ്വീകരിക്കാവുന്നൊരു സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 മാസത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്കുകൾ ഉണ്ടായിരുന്നു. അത് ഒരുപാട് തവണ സിനിമ ഞാൻ കാണുകയുണ്ടായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഒരു പക്ഷേ 100 കണക്കിന് തവണ. ഒരു പ്രാവശ്യം പോലും ഇത് മടുപ്പുളവാക്കുകയോ കൂടുതൽ കാണുന്തോറും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായി ഒരു പക്ഷേ ഒരു വൺ ഓഫ് ദ റെയറസ്റ്റ് ഫിലിംസ് ഐ ഹാവ് ഡൺ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ തന്നെ പറയാവുന്ന സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം. ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ നേരത്തെ വന്ന ആഷിഖ് കപൂറിന്റെ സിനിമയായിരുന്നു ഇടുക്കി ഗോൾഡ്. അതിനുശേഷം ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ ആ ഒരു കൂട്ടുകെട്ടിൽ വരുന്ന ചിത്രമാണ് മഹേഷിന്റെ പ്രതികാരം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇടുക്കി ഗോൾഡിൽ നമ്മൾ കണ്ട ആ ഒരു ഇടുക്കിയെ അല്ല ഇതിൽ കാണിക്കുന്നത്. ഇതിൽ കൃഷിയും അതുപോലെ തന്നെ ഇടുക്കിയിലെ തണുപ്പും ഇടുക്കിയിലെ മഞ്ഞാണ് മഞ്ഞ് എന്ന് പറയുന്ന ഒരു വരി തന്നെയുണ്ട് ഈ പാട്ടിൽ. ശരിക്കും ഇടുക്കിയെക്കുറിച്ച് ഇടുക്കി തന്നെ ആ പാട്ടിൽ മുഴുവൻ ഇടുക്കി നിറഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞിരുന്നോ സംവിധായകൻ? ശരിക്ക് ഇടുക്കിയെക്കുറിച്ചുള്ള പാട്ടെന്ന് തന്നെയാണ് സംവിധായകൻ ബ്രീഫ് ചെയ്തത്. അപ്പോൾ ഞാനും ശ്രീ റഫീഖ് അഹമ്മദും ഉണ്ടായിരുന്നു ചർച്ചയിൽ. ഇടുക്കിയെക്കുറിച്ചുള്ള പാട്ടെന്ന് ഇപ്പോൾ റഫീഖ് അഹമ്മദ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പാട്ട് എഴുതുമ്പോൾ ഇപ്പോൾ ചെമ്പാവ് പുന്നെല്ലിൻ ചോറ് എന്ന് പറഞ്ഞ ഫുഡിനെ കുറിച്ചുള്ള പാട്ടാണ്. പക്ഷേ അദ്ദേഹം അത് എഴുതി വരുമ്പോൾ അതിനൊരു റൊമാൻറ്റിസിസം അദ്ദേഹം കൊണ്ടുവരാറുണ്ട്, ഒരു കാൽപ്പനികത അല്ലെങ്കിൽ ഒരു കാവ്യഭാവം കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇടുക്കിയെക്കുറിച്ചൊരു ഭൂമികയെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു മനോഹാരിത ഒരു സ്ത്രീയോട് ഉപമിച്ച്, ഒരു സുന്ദരിയോട് ഉപമിച്ച് എഴുതിയിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ എഴുതിയതിന് ശേഷമാണ് അത് ചിട്ടപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കവിത എനിക്ക് തന്നു എന്നുള്ളതാണ് സത്യം. ഈ പാട്ട് പാടിയതും ബിജിപാൽ തന്നെയാണ്. എന്തായാലും പ്രേക്ഷകർക്ക് പാട്ടിനെ കുറിച്ച് കേൾക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ബിജിപാൽ അത് പാടി കേൾക്കാനും കൂടി ആഗ്രഹം ഉണ്ടാകും. പ്രേക്ഷകർക്കായിട്ട് ആ പാട്ടൊന്ന് പാട്. 4 വരി പാടാൻ ശ്രമിക്കാം. മലമേലെ തിരിവച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി, മലയാളക്കരയുടെ മടിശീല നിറയ്ക്കണ നലമേറും നാടല്ലോ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. ഈ പാട്ടിൽ നിന്ന് ശരിക്കും ഇടുക്കിയെ പറ്റി ഒരു പാട്ട് വന്നു എന്നല്ലാതെ ഈ സിനിമയെക്കുറിച്ച് നമുക്കൊന്നും കൂടുതൽ ഈ പാട്ടിൽ നിന്ന് അറിയാൻ കഴിയുന്നില്ല. കാരണം മഹേഷ് ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇടുക്കിയുടെ ആ ഒരു നൈർമല്യമെല്ലാം ഉള്ള ആ ഒരു നന്മയെല്ലാം ഉള്ള ഒരു യുവാവാണ് എന്നൊക്കെ. അതിനപ്പുറത്തേക്ക് ആ കഥയെപ്പറ്റി നമുക്കറിയില്ല. പേര് സൂചിപ്പിക്കുന്ന പോലെ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്നുണ്ട്, പക്ഷേ ട്രെയിലറിൽ മഹേഷിന്റെ പ്രണയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും എന്താണ് ഈ സിനിമ? രണ്ടുമാണ് സിനിമ. നമ്മൾ പക്ഷേ കണ്ട് ശീലിച്ചതോ കേട്ട് ശീലിച്ചതോ ആയിട്ടുള്ള പ്രണയമോ പ്രതികാരവുമോ അല്ല ഈ സിനിമ എന്നുള്ളതാണ് സത്യം. എന്നാൽ ഒരുപാട് കണ്ട് കേട്ട് ശീലിച്ചതുമാകാം. സിനിമയിൽ വരുമ്പോൾ അതിനകത്ത് ഒരുപാട് നാടകീയത, ഒരുപാട് കലരുകയും യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരുപാട് വിട്ടു നിൽക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസും രംഗങ്ങളും ഒക്കെയാണ് സിനിമയിൽ പൊതുവേ ഉള്ളത്. പക്ഷേ യാഥാർത്ഥ്യത്തോട് ഇത്രമാത്രം അടുത്ത് നിൽക്കുന്ന സിനിമകൾ ഒരുപക്ഷെ വളരെ 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 കുറവായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഒരുപക്ഷെ മലയാള സിനിമകൾ കണ്ടിട്ടുള്ളത്. അത്രയ്ക്ക് അധികം സാധാരണം, എക്സ്ട്രാ ഓർഡിനറിലി നാച്ചുറലാണ് ഈ സിനിമ എന്നുള്ളതാണ് സത്യം.
ഈ ഇടുക്കി സോങ്ങിലെ ഒരു പാട്ടിലെ ഓരോ രംഗങ്ങൾ പോലും അത് എത്ര സൂക്ഷ്മമായാണ് ഒരു ജീവിതത്തെ അതിൽ ഒപ്പിയെടുത്തിരിക്കുന്നത് നമുക്ക് തോന്നും. അതിൽ ഓരോ രംഗങ്ങളാണെങ്കിലും അതിൽ കപ്പ വെട്ടുന്നതാണെങ്കിലും ഒപ്പം തന്നെ മുട്ട തോടെടുത്ത് കളയുന്നതാണെങ്കിലും വളരെ ജീവിതത്തിൽ ചെറിയ ചെറിയ നിമിഷങ്ങൾ പോലും ആ പാട്ടിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ശരിക്കും അത്രത്തോളം സിമ്പിളായിട്ടുള്ളൊരു ചിത്രമാണോ ഇത്? വളരെ സിമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അവിശ്വസനീയമായിട്ടുള്ള രീതിയിൽ സിമ്പിളാണ് സിനിമ. നമ്മൾ ഓരോ ഫ്രെയിം ഇപ്പോൾ പാട്ട് ഇപ്പോൾ ഇന്നലെ ഡയറക്ടർ ദിലീഷുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അതായത് ദിലീഷ് ഉദ്ദേശിച്ച സിനിമയുടെ ഡീറ്റെയിൽസ്, ഓരോ രംഗത്തിൻ്റെയും ഡീറ്റെയിൽസ് പല പ്രേക്ഷകനും പാട്ട് കണ്ടപ്പോൾ തന്നെ ഫേസ്ബുക്കിലും മറ്റും ഓരോ കാര്യങ്ങളും എടുത്ത് പറഞ്ഞതായിട്ട് പല രീതിയിലും വായിച്ചിരുന്നു. നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പാട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ പറയായിരുന്നു, അത്തരം സന്ദർഭങ്ങളുടെ ഫെസ്റ്റിവലാണ് ശരിക്കും ഈ സിനിമ. ഒരു പാട്ടിൽ ഇത്രയധികം നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ നൂറുകണക്കിന് അത്തരം സന്ദർഭങ്ങൾ ആളുകൾ നോട്ടീസ് ചെയ്യാൻ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് അതിൻ്റെ കൗതുകവും നർമ്മവും സരസതയും എല്ലാം ഈ സിനിമയുടെ അത്തരം വളരെ നാച്ചുറലായിട്ടുള്ള സീനുകളും സിറ്റുവേഷൻസുമാണ്. സംഗീത സംവിധായകൻ എന്ന നിലയിൽ എങ്ങനെ വിലയിരുത്തുന്നു? ദിലീഷ് പോത്തൻ നവാഗത സംവിധായകനാണ്. ഒബിയസ്ലി ബിജിപാലിനെ അറിയായിരിക്കും. ആഷിഖ് കപൂറിൻ്റെ ഒപ്പം തന്നെ ഒരു ഏറെക്കാലമായിട്ടുള്ള ഒരു അസോസിയേറ്റ് ആണ്. അപ്പോൾ ബിജിപാലിനെ അടുത്തറിയുന്ന ഒരാളായിരിക്കും. എങ്ങനെ കാണുന്നു ആദ്യത്തെ ഒരു സംവിധാന സംരംഭത്തെ? ദിലീഷ് കഴിഞ്ഞ ചില ഇൻ്റർവ്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ ആഷിഖിൻ്റെ ഒരു സംവിധാന ശൈലി എന്ന് പറയുന്നത് വളരെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു രീതിയാണ്. ഒട്ടും ടെൻഷൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു സംവിധായകനാണ് ആഷിഖ്. അപ്പോൾ അത് അദ്ദേഹം വളരെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട് ആ ശൈലി എന്നുള്ളതാണ്. എന്നാൽ ദിലീഷിൻ്റേതായിട്ടുള്ള ഒരു പെർസെപ്ഷനും സിനിമയെക്കുറിച്ചുള്ള ഒരു പഠനവും, പിന്നെ ദിലീഷ് അടിസ്ഥാനപരമായിട്ട് നാടകത്തിൽ PhD ഒക്കെ എടുത്തിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ അതിൻ്റെയുള്ള കാഴ്ചപ്പാടും ഒക്കെയുള്ളൊരു വ്യക്തിയാണ് ദിലീഷ്. അപ്പോൾ ദിലീഷിന് ഒരു സിനിമയെ അതിൻ്റെ ഒരു സ്റ്റൈലൈസേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൻ്റെ ഒരു തോട്ട് കൂടിയ സിനിമയിൽ ഉണ്ടാകും. അപ്പോൾ എഡിറ്റിങ്ങിലും മറ്റും ഒരു സിനിമയുടെ കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്ഷണത്തിൽ നിന്നാണ് ആ സിനിമ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ പോലെ പുതിയ തലമുറയിൽ വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു പിടി ന്യൂ ഫിലിം മേക്കേഴ്സിൽ എണ്ണപ്പെട്ട ഒരാളായിരിക്കും ദിലീഷ് പോത്തൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിജിപാലിന്റെ സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫ്രണ്ട് സൈക്കിൾ, ഒരു ആഷിഖ് കപൂർ അല്ലെങ്കിൽ ദിലീഷ് പോത്തൻ, ആ ഒരു ഗ്രൂപ്പിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം കംഫർട്ടബിൾ ആണ് ബിജിപാൽ? കംഫർട്ടബിൾ തന്നെയാണ് തീർച്ചയായിട്ടും. സൗഹൃദങ്ങൾ നമ്മളെ ഒരുപാട് കംഫർട്ടബിൾ ആക്കും എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരുപാട് നെഗോസിയേഷൻസിനും എന്ന് പറഞ്ഞാൽ ഐഡിയകളുടെ, ആശയങ്ങളുടെ നെഗോസിയേഷനുകൾക്കും ചർച്ചകൾക്കും ഡിബേറ്റുകൾക്കും അത് വേദി ആകുകയും അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ, ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുള്ളതാണ് സൗഹൃദത്തിൻ്റെ ഗുണം. സൗഹൃദത്തിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാ സിനിമകൾക്കും എനിക്ക് പേഴ്സണലി അത്തരം ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടും ആദ്യത്തെ സോങ് കണ്ടെല്ലാം ഒരുപാട് ആകാംക്ഷയുണ്ട് ഇപ്പോൾ പ്രേക്ഷകർക്കും, അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാം ആകാംക്ഷയുണ്ട്. ഇനി അടുത്ത 4 ഗാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ചിത്രത്തിൽ. ഈ അടുത്ത 3 ഗാനങ്ങൾ ഇനി എന്ന് വരും? ഒരു ഗാനം എനിക്ക് തോന്നുന്നു ഇന്നോ നാളെയൊക്കെ ആയിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് പറയുന്നത്, ദിലീഷ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അടുത്ത ഗാനങ്ങളും എനിക്ക് തോന്നുന്നു സിനിമ റിലീസ് ചെയ്ത ഉടനെ, എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനകം സിനിമ റിലീസാകുകയാണ്. അപ്പോൾ അത്തരം ഒരു ഫ്രഷ്നെസ്സും കൊണ്ട് തന്നെയായിരിക്കും പാട്ടുകളും ഇനി വരാനിരിക്കുന്നത്. എന്താണ് ഇനി ബിജിപാലിന് അവസാനമായി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ചിത്രം വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഈ സിനിമയെ പ്രതിനിധീകരിച്ച് ആദ്യമായിട്ട് വരുന്ന ആളുമാണ് ബിജിപാൽ. ഈ ചിത്രത്തെ പറ്റി പറയുവാനായി നമ്മൾ ജോലി ചെയ്യുന്ന ഒരുപാട് സിനിമകളിൽ വളരെ ചുരുക്കം ചില സിനിമകളെക്കുറിച്ചെങ്കിലും കപടമായിട്ടുള്ള അവകാശവാദങ്ങളൊക്കെ നമുക്ക് പറയേണ്ടി വരാറുണ്ട് ചില സിനിമകൾക്കെങ്കിലും. പക്ഷേ ആത്മാർത്ഥമായിട്ട് പറയേണ്ട ഒരു വേദിയാണിതെന്ന് എനിക്ക് തോന്നുന്നു. അത്തരം സിനിമ, ഇപ്പോൾ എല്ലാ സിനിമകളെക്കുറിച്ചും നമ്മൾ അതേ ഭാഷയും തന്നെയാണ് പറയാറുള്ളതെങ്കിൽ പോലും ഇത് ആദ്യത്തെ ദിവസം എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്ന
ഒരു സത്യമായിരിക്കും ഈ സിനിമ മലയാള സിനിമയിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു നാഴികക്കല്ലുണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ നാഴികക്കല്ലുണ്ടാക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. അത്രയ്ക്ക് ഊർജ്ജമുള്ള അത്രയ്ക്ക് ഫ്രഷ്നെസ് ഉള്ളൊരു സിനിമയാണ് മഹേഷിൻ്റെ പ്രതികാരം. എന്തായാലും ആ രീതിയിൽ തന്നെ വരട്ടെ ചിത്രം. ഒരു സുഹൃത്ത് സംഘത്തിൻ്റെ ചിത്രമാണ്. ആഷിഖ് കപൂറിൻ്റെ നിർമ്മാണം, ഒപ്പം തന്നെ ഷൈജു ഖാലിദിൻ്റെ ഛായാഗ്രഹണം, ദിനേശ് പോത്തൻ സംവിധാനം, ഫഹദ് ഫാസിൽ, സൗബിൻ ഷാഹിർ, വിജിപാല. നിങ്ങളുടെ ഒരു ഫ്രണ്ട് സൈക്കിൾ മുഴുവൻ, നിങ്ങളുടെ എല്ലാവരുടെയും ആ ചിന്തകളും വീക്ഷണങ്ങളും എല്ലാം ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ രീതിയിൽ ഞങ്ങളും ആഗ്രഹിച്ചിരിക്കുകയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഷോമോളിൽ അതിഥിയായി തീരെ വളരെയധികം നന്ദി.